ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള UPI പേയ്മെന്റ് ആയിരുന്നു നിങ്ങളുടെ മെയിൻ മോഡ് ഓഫ് പേയ്മെന്റ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. ഇത്ര നാളത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ പോയി ഒരു ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഷോപ്പിങ്ങിൻ്റെ പേയ്മെൻറ്റ് UPI വഴിയായിരുന്നു, അതായത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് വഴിയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ₹1 പോലും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. എങ്കിൽ ഇനി തൊട്ട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ പോവുകയാണ് കേട്ടോ. അതായത് ഗവൺമെൻറ് ഇനി തൊട്ട് UPI പേയ്മെൻറ്റിന് ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കാൻ പോവുകയാണ്. ഇത്രയും നാളും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ റൂളായിരുന്നു, അതായത് UPI പേയ്മെൻറ്റുകൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഫീസ് ഒന്നും ഈടാക്കാൻ പാടില്ല എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ പ്രകാരം ഇനി ചെയ്യാൻ പോകുന്ന 2000 റുപ്പീസിന് മുകളിൽ വരുന്ന ഓരോ പർച്ചേസിനും 0.3 തൊട്ട് 0.5% വരെ ട്രാൻസാക്ഷൻ ഫീസ് ഇനി കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ പോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻസിനും അതേപോലെ നമ്മൾ ഡെയിലി എവറിഡേ പർച്ചേസസ് ഇല്ലേ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനൊന്നും ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ബിഗ് മെർച്ചൻസ് ലൈക്ക് ലാർജ് റീറ്റെയിൽ ട്രാൻസാക്ഷൻസ്, അതിന് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഇഫ് 2000 റുപ്പീസിന് മുകളിലാണ് ട്രാൻസാക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഈ പറയുന്ന റേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫീസ് ഈടാക്കാൻ പോകുന്നത്. 0.3 to 0.5% എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 റുപ്പീസ് ആണ് നമ്മൾ അത് പേയ്മെന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ മാക്സിമം വരാൻ പോകുന്നത് 30 റുപ്പീസ് ടു 50 റുപ്പീസ് ആയിരിക്കും. ഈ പറയുന്ന ഫീസും മെർച്ചൻസിൻ്റെ നിന്നും വാങ്ങാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു വലിയ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ പോയി നിങ്ങളൊരു 10,000 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു 10,000 റുപ്പീസ് ട്രാൻസാക്ഷൻ അവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസായിട്ട് അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഈ 10,000-ൽ നിന്നും ഈ പറയുന്ന മെർച്ചൻറ്റിനായിരിക്കും ക്യാഷ് ഈടാക്കാൻ പോകുന്നത്, അതായത് ഫീസ് ഈടാക്കാൻ പോകുന്നത്. മെർച്ചൻസിന് ഈ പറയുന്ന റേറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കി മാത്രമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്.